സംസ്ഥാന സ്കൂൾ കലോത്സവം ഉൾപ്പെടെ എല്ലാ മേളകളും ആർഭാടം ഒഴിവാക്കി നടത്താൻ സർക്കാർ തീരുമാനം. കലോത്സവ നടത്തിപ്പിൽ മാറ്റങ്ങളുണ്ടാകും. അന്തിമ തീരുമാനം മാനുവൽ പരിഷ്കരണ കമ്മിറ്റി എടുക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെ സർഗശേഷി പ്രകടിപ്പിക്കാനും പരിശോധിക്കാനും ഉതകുന്ന തരത്തിലാകും കലോത്സവവും മറ്റ് കായികമേളകളടക്കമുള്ളവ നടത്തുക. ഇതിനായി മാനുവൽ പരിഷ്കരിക്കും. DPA അധ്യക്ഷനായ മാനുവൽ കമ്മിറ്റി ഈ മാസം 17-ന് യോഗം ചേരും. അതിനുശേഷമാകും എങ്ങനെ മേളകൾ നടത്തണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കൂ. നിലവിൽ കലോത്സവം ആലപ്പുഴയിൽ നടത്താനാണ് തീരുമാനം. അവിടെ നടത്തുന്നത് സംബന്ധിച്ച പരിശോധനകൾക്ക് ശേഷമാകും വേദി എവിടെ വേണമെന്ന് നിശ്ചയിക്കുക. ആർഭാടം ഇല്ലാതെ ആഘോഷങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നേടാൻ സാധ്യതയുള്ള അംഗീകാരം നേടത്തക്ക രീതിയിൽ ശാസ്ത്ര, കായിക, കലാമേളകൾ സെലക്ഷൻ പ്രോസസ്സ് മാത്രമായി നടത്തുവാൻ തീരുമാനിച്ചു. നിലവിലുള്ള മാനുവലിൽ ചില മാറ്റങ്ങൾ ഇതനുസരിച്ച് വരുത്തണം. അതുകൊണ്ട് വരുന്ന 17-ാം തീയതി മാനുവൽ കമ്മിറ്റി ചേരും. ഒന്നാം പാദ പരീക്ഷ ക്ലാസ് ടെസ്റ്റായി നടത്തുമെങ്കിലും അർദ്ധവാർഷിക പരീക്ഷ പതിവ് പോലെ നടക്കുമെന്നും മന്ത്രി അറിയിച്ചു. വിദ്യാർത്ഥികളുടെ പാഠ്യേതര പ്രകടനങ്ങൾക്ക് അവസരം നൽകി ഗ്രേസ് മാർക്ക് ഉൾപ്പെടെയുള്ളവ ഉറപ്പുവരുത്തുമെന്നും മന്ത്രി പറഞ്ഞു. കലോത്സവം ആർഭാടം ഒഴിവാക്കി നടത്തണമെന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് മേളകൾ നടത്താനുള്ള സർക്കാരിന്റെ തീരുമാനം. മീഡിയ 1 തിരുവനന്തപുരം.